നമ്മുടെ സമ്പത്ത് അത് ഹലാലാണോ? അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. രണ്ട് അബൂ ദുജാനമാരുണ്ട് ചരിത്രത്തിൽ ഫേമസ് ആയിട്ടുള്ള. ഒന്ന് ഉഹുദിന്റെ രണാങ്കണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിമാറത്ത് പിടിച്ചു നിന്നിട്ട് അമ്പെയ്യുന്നവരെ എയ്തുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞ അബൂ ദുജാന റളിയല്ലാഹു തആല അമ്പ് ഏറ്റ് പടഞ്ഞ് തീരുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണഞ്ഞു കുട്ടിപ്പിടിച്ചിട്ട്, ഇല്ല ഞാൻ വിട്ടുതരില്ല, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അണു പോലും, ഒരു ചെറിയ രോമത്തിൽ പോലും എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ അബൂ ദുജാന റളിയല്ലാഹു തആല. അതൊരു അബൂ ദുജാന റളിയല്ലാഹു തആല ആണ്. മറ്റൊരു അബൂ ദുജാനയുണ്ട് റളിയല്ലാഹു തആല, സൂക്ഷ്മതയുടെ പര്യായമായി ജീവിച്ച അബൂ ദുജാന റളിയല്ലാഹു തആല. ഏതാ സംഭവം എന്നറിയോ? എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങിയാണ്ട് പോകും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അതേപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ദിക്ർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചെല്ലാതെ ഒരൊറ്റ പോക്കാണ്. എണീറ്റങ്ങണ്ട് പോകും. അബൂ ദുജാന റളിയല്ലാഹു തആല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്കത് ഇങ്ങനെ കണ്ടപ്പോ ഒരിക്കൽ വിളിപ്പിച്ചു, എന്താണ് അബൂ ദുജാന നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ ദിക്റുകൾ പോലും പൂർത്തിയാക്കാനുള്ള സന്ദർഭമില്ലേ, സമയമില്ലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പട്ടിണിയുള്ള ഒരാളാണ്, എന്റെ വീട്ടിൽ അന്നമില്ല, ഞാൻ വലിയ പ്രയാസപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് എന്റെ വീട്ടിൽ 2-3 മക്കളുണ്ട് എനിക്ക്, അവരും പ്രയാസത്തിലാണ്, അതുകൊണ്ട് അവർ രാവിലെ എഴുന്നേൽക്കുന്നത് മുമ്പേ എനിക്ക് വീട്ടിലെത്തണം. കാരണം ഞാൻ പള്ളിയിൽ നിന്ന് ഇതെല്ലാം ചൊല്ലി തീർന്നിട്ട് എത്തുമ്പോഴേക്ക് എന്റെ കുഞ്ഞുമക്കൾ ഉണരും. അവർ ഉണർന്നു കഴിഞ്ഞാൽ എന്റെ അയൽവാസിയുടെ ഈത്തപ്പഴ മരം എന്റെ വീട്ടിലേക്കാണ് ചെരിഞ്ഞു നിൽക്കുന്നത്. ഇത് ഈത്തപ്പഴമുള്ള നാടാണ്, ഈത്തപ്പഴത്തിന്റെ കാലവുമാണ്. അതുകൊണ്ട് ഈത്തപ്പഴം അതിൽ നിന്ന് കൊഴിയും. അത് കൊഴിയുമ്പോ എന്റെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് ഹലാലും ഹറാമും അറിയാത്തത് കൊണ്ട് അവരതെടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ദുആ പോലും കബൂലാകൂലല്ലോ. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തത് ഹറാമായി പോകൂലേ? അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തും, എന്നിട്ട് എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഇതൊക്കെ പെറുക്കിയെടുക്കും, എന്നിട്ട് കൊട്ടയിലാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇതിന് രണ്ടർത്ഥമുണ്ട്. അയൽവാസിയോട് പരിഭവങ്ങൾ പറയാതെ അവനവന്റെ അവസ്ഥക്കനുസരിച്ച് ജീവിക്കുക എന്ന ഒരു പാഠം. രണ്ടാമത്തെ പാഠം, തന്റെ മക്കൾ ഒരിക്കലും ഒരു ഹറാമിന്റെ ഒരു ഈത്തപ്പഴം പോലും കഴിക്കരുത് എന്നതായിരുന്നു സഹാബാക്കളുടെ ചിന്ത. അതുകൊണ്ടാണ് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ അറിയണം, ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഹറാമായ രീതിയിലുള്ള സമ്പത്തുകൾ എടുത്തുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഹലാലായതല്ല എങ്കിൽ അതിനെ ഹലാലാക്കാനുള്ള വഴികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹലാലാക്കാനുള്ള വഴികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹലാലായത് കൊണ്ടേ പോകൂ. കാരണം മക്ക പവിത്രമാണ്, മക്കയിലുള്ളത് പവിത്രമാണ്, മദീന പവിത്രമാണ്, മദീനയിലുള്ളത് അതിലേറെ പവിത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ എന്റെ ശരീരത്തിലോ എന്റെ സമ്പത്തിലോ ഒരു ഹറാമു പോലുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാലേ അങ്ങോട്ട് കാലുകുത്താൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് തോന്നും, ലോകത്തിന്റെ എല്ലാ രാജ്യത്തുനിന്നും ആൾക്കാർ വരുന്നില്ലേ? അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ഇന്ന് ചിലപ്പോ ഹജ്ജ് ടൂർ എന്ന് കേൾക്കാറുണ്ട്, ഉംറ ടൂർ എന്ന് കേൾക്കാറുണ്ട്. ആളുകൾക്ക് ഇന്ന് അതൊരു ടൂറായിരിക്കാം. അതിനെപ്പറ്റിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടം വരും, ധാരാളം ആളുകൾ ഇങ്ങനെ വല്ലാണ്ട് കൂട്ടം കൂട്ടമായി മക്കയിലേക്കും മദീനയിലേക്കും വരും. പക്ഷെ അവരുടെ ഹജ്ജുകൾ അല്ലാഹു കബൂലാക്കൂല, അവരുടെ ഉംറ കബൂലാക്കൂല. കാരണം അവർ വേണ്ട രീതിയിലല്ല അത് ചെയ്തത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ ഇത് പാലിക്കാൻ പറ്റുമെന്നതാണ്. നമുക്കെങ്ങനെ പാലിക്കാൻ പറ്റുമെന്നതാണ്. ഹറാമല്ലാത്ത രീതിയിലുള്ള സമ്പത്ത് കൊണ്ട് എങ്ങനെ ആ മണ്ണിൽ കാലുകുത്താം എന്നതാണ്. അത് രണ്ടാമത് പോണവരായാലും ശരി, മൂന്നാമത് പോണവരായാലും ശരി, ആദ്യമായിട്ട് പോണവരായാലും ശരി, എല്ലാവർക്കും നിയമം ഒന്നാണ്. അതുകൊണ്ട് സാമ്പത്തികം, ഇപ്പൊ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം ഞാൻ എവിടേക്കോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മഹല്ലുണ്ട്. ആ എന്റെ മഹലിന്റെ തൊട്ടപ്പുറത്താണ്. ഒരു മഹലിനെ തന്നെ ഞാൻ പറഞ്ഞു വലുതാക്കണില്ല, എല്ലാ മഹലും അങ്ങനെ നല്ല പോലെ പോണ തന്നെയാണ്. ആ മഹല്ലില് പള്ളിപ്പണി നടക്കുകയാണ്. 3-3.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അവിടുത്തെ പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. വലിയ പള്ളിയാക്കി മാറ്റാണ്.
അങ്ങനെ ഞാൻ, എൻ്റെ ഭാര്യ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, ഞാൻ അവിടുന്ന് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ പ്രസിഡന്റിനോട് ഞാൻ ചോദിച്ചു, ഞാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് തരട്ടെ, പള്ളിപ്പണി നടക്കല്ലേ, പ്രത്യേകിച്ച് ജുമാ മസ്ജിദാണ്, പഴമയുള്ള പള്ളിയാണ്, അത് പൊളിച്ച് നേരാക്കി വലിയ പള്ളിയാക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, അതൊന്നും വേണ്ട, കാരണം ഞങ്ങൾ മഹല്ലുകാരൻ്റെ മൊത്തത്തിൽ അത് എടുക്കാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വേറൊരു മഹല്ലുകാരെ കൊണ്ട് എടുപ്പിക്കും. ഞാൻ ആ മഹല്ലുകാരനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും പൈസ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടുക? ഈ ഒരു മഹലിൽ നിന്ന് ഇതൊക്കെ പിരിച്ചെടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞ വാക്ക്, അതിന് ഞങ്ങളെ പെണ്ണുങ്ങളുണ്ടല്ലോ എന്നാണ്, ഈ മഹലിലെ സ്ത്രീകളുണ്ടല്ലോ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അവരുടെ വീടുകളിലെ ആഭരണങ്ങൾ അതെന്തായാലും ഹലാലായിരിക്കും മിക്കവാറും. ആ സംഭവങ്ങളെ അവർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹം അത് വിശദീകരിച്ച് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം, നാളെ ഉദ്ഘാടനമാണെങ്കിൽ, അവിടുത്തെ സുഹൃത്തുക്കൾ എന്നോട് പറയാണ്, നാളെ ഉദ്ഘാടനമാണെങ്കിൽ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് അവിടുത്തെ ഖാദി. അദ്ദേഹം വരാൻ വേണ്ടി പോവാൻ. അദ്ദേഹം ദർസ് പഠിച്ചത് ഞങ്ങളുടെ മഹല്ലിലാണ്, തൊട്ടപ്പുറത്തെ മഹല്ലിലാണ്. അതുകൊണ്ട് അപ്പുറത്തെ മഹല്ലിന് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കാറുണ്ട്. ഏതായാലും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം സ്ത്രീകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ, സ്ത്രീകൾക്കൊന്ന് പള്ളിയൊക്കൊന്ന് കാണാൻ അവരനുവദിക്കുകയാണ്. അങ്ങനെ സ്ത്രീകൾ വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം, സ്ത്രീകൾ ആ പള്ളിപ്പണിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പള്ളിപ്പണി കഴിഞ്ഞിട്ട് നാളെ ഉദ്ഘാടനം ചെയ്യാനുള്ളതിന് തലേന്ന് വന്നപ്പോ എത്രയോ പാവം വയസ്സേറിയ സ്ത്രീകൾ ഇങ്ങനെ ഈ തൂണിൽ തൊട്ടിട്ട് കരയാണത്രേ, ചുമരിൽ തൊട്ടിട്ട് കരയാണത്രേ. എന്താ കരയുന്നതിന്റെ അർത്ഥം എന്നറിയോ? ഈ ചുമരിൽ എവിടെയോ എന്റെ ഒരു മാലയുണ്ട്, ഈ ചുമരിൽ എവിടെയോ എന്റെ ഒരു വളയുണ്ട്, ആ കാണുന്ന ഈ ഭിത്തിയിൽ എവിടെയോ, ഈ തൂണിൽ എവിടെയോ എന്റെ 2 മോതിരമുണ്ട്. ഇതാണ് അവർ ആ തൊട്ട് കരയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ, അവനവന് പറ്റുമെങ്കിൽ അവനവന്റെ സമ്പത്ത് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഭർത്താവ് സഹായിക്കുമെങ്കിൽ സഹായിക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ ഉഷാറായിട്ട് നമ്മൾ രണ്ടുപേരും ശ്രദ്ധിക്കണം, ഇത് ഹലാലായത് തന്നെയാണോ എന്ന്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഒരുപാട് സ്വർണം നമ്മുടെ കയ്യിലുണ്ടായിട്ട് അതിന്റെ ഫത്വകൾ നിങ്ങൾ ചോദിച്ചോ? കുറെ കാലം നിങ്ങൾ അതിന് സക്കാത്തും കൊടുക്കാതിരുന്നിട്ട് സ്വർണത്തിന് ഇങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്ന് ഉലമാക്കൾ പറഞ്ഞു തരും. അതും കൊടുക്കാതെയുള്ള സ്വർണം വിറ്റിട്ടാണെങ്കിൽ പോലും ശ്രദ്ധിക്കണമെന്നാണ് പ്രിയപ്പെട്ട ഉലമാക്കൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്യൂർ ഹലാലായിട്ടേ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഏതാണ്? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കൂടുതൽ ബേജാറാക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇതിലേറെ ഗൗരവമുള്ള കാര്യമാണ്. ഹലാലാക്കൽ നമുക്ക് കുറച്ച് എളുപ്പമാവും. എന്തായാലും നിങ്ങളെല്ലാവരും ഇപ്പൊ ഹലാലായ സമ്പത്ത് കൊണ്ട് തന്നെയാണ് ഈ പോണത്. പക്ഷെ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞേ ഉള്ളൂ. ആരിപ്പോ ഇതിൽ ഹറാമായ പൈസ കൊണ്ടൊന്നും പോണില്ല, അങ്ങനെ പോകാനായിട്ട് പറ്റൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്യൂർ ഹലാലായതും കൊണ്ടാണ് നമ്മൾ പോണത്. പക്ഷെ രണ്ടാമത്തത് ഇതിനേക്കാൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മുന്നൊരുക്കത്തിന്റെ ഭാഗം ഇവിടെ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമെന്നാണ് പറയുന്നത്. ഈ ഒരുക്കത്തിന്റെ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഇവിടെ നീയത്തിന്റെ കാര്യം പറഞ്ഞു, അതാണ് ആദ്യത്തെ കാര്യം. ഞാനിതിന്റെ സ്ട്രക്ചർ മാത്രം പറയാം. രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുത്തലുണ്ടെങ്കിൽ, എന്തെങ്കിലും തമ്മിൽ ഒരു പിണക്കമുണ്ടെങ്കിൽ അത് തീർക്കാതെ ആ മണ്ണിലേക്ക് കാല് കുത്തരുത്. ഇത് റസൂലുള്ളാഹിയുടെ ഓർഡറാണ്. കാരണം ആരോടെങ്കിലും പിണക്കമുണ്ടായിട്ട് തീർക്കാതെ, അങ്ങനെ ഇന്ന് ഹജ്ജിന് പോണ ആൾക്കാരൊക്കെ ഉണ്ട്, അത് പോയി എന്നിട്ട് വേണമെങ്കിൽ ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ. ഇല്ല സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെ ഒരു ഹജ്ജിന് പോക്ക് നമുക്കില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം അടിയറവ് പറഞ്ഞ് ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയും സർവ്വധീശത്വത്തിന്റെയും ഉടമസ്ഥനുമായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ മൂത്താപ്പാന്റെ മോനോട് പ്രശ്നം, മൂത്താപ്പയോട് പ്രശ്നം, അമ്മായിമ്മയോട് പ്രശ്നം, മരുമകളോട് പ്രശ്നം, ഇപ്പുറത്തെ എളാപ്പാന്റെ മോൻക്ക് ഒരു സെന്റ് കൊടുക്കാനുണ്ട്, മുമ്പ് കച്ചവടം ചെയ്തപ്പോ അവൻക്ക് 10,000 അവിടെ കൊടുക്കാനുണ്ട്. ഇങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് ലബ്ബൈക ചൊല്ലിപ്പോകണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വന്തം പിതാക്കന്മാരോട്, സ്വന്തം മാതാക്കളോട്, സ്വന്തം ഭാര്യയോട് പോലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുത്തരം കാണാൻ
കാണാതെ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ഇതെന്റെ വാക്കല്ല. എന്റെ വാക്കിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റിൽ പറത്താം, വേണമെങ്കിൽ റോട്ടിലേക്ക് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചതാണ്. മുഖ്ബിറെ സാദിഖ്, ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത, കളവ് പറയാൻ ഒരു നിമിഷം പോലും സാധ്യതയില്ലാത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ നമ്മളോട് പഠിപ്പിക്കുന്നത്. ആളുകളോടുള്ള ബന്ധങ്ങൾ പൂർത്തിയാക്കാതെ ആരും ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കാൻ. നമുക്ക് അപ്പോഴും ശൈത്താൻ പറഞ്ഞു തരും, ഓ അങ്ങണ്ടല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഞാൻ അങ്ങട്ടല്ലല്ലോ. അങ്ങട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, അത് തീർത്തിട്ടേ പോകാവൂ, അത് തീർത്തിട്ടേ പോകാവൂ. പ്രിയപ്പെട്ട മാതാവിനോട് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാകും. ശ്രദ്ധിക്കണം, ഓരോ ഹജ്ജിന് പോകുന്നവരും. ഇതിൽ പല ആളുകളും മാതാക്കളെ ഹജ്ജിന് കൊണ്ടുപോകണമെന്ന് മോഹിച്ചവരാണ്. പക്ഷേ മാതാവിനെ ഹജ്ജിന് കൊണ്ടുപോകാൻ കഴിയാതെ അവസാനം മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഞാനിത് പറയുമ്പോ ഒരുപാട് ആളുകളുടെ കണ്ണ് നിറയുന്നുണ്ട്. അവരത്തരത്തിലുള്ള സഹോദരന്മാരാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? പ്രിയപ്പെട്ട മാതാവിന്റെ കൂട്ടുകാരികള്, അവരൊന്ന് വയസ്സായിട്ടുണ്ടാകും, അവർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കലാണ്. അവരുടെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടാകും, അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കലാണ്. അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ മാതാവിന്റെ ഖബർഗേഹത്തിൽ പോ. എന്നിട്ട് പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ട മാതാവിന്റെ മുമ്പിൽ ഏങ്ങലടിച്ച് കരയുന്നതിന് പകരം നിങ്ങൾ അള്ളാഹുവിനോട് ഏങ്ങലടിച്ച് കരഞ്ഞ്, ഈ പ്രിയപ്പെട്ട മാതാവിനെ ഹജ്ജിന് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല അള്ളാഹുവേ, അതുകൊണ്ട് ഞാനിതാ ഹജ്ജിന് പോവാണ്, ഇതെന്റെ ഫർളാക്കപ്പെട്ട ഹജ്ജാണ്, ഇനി എനിക്കൊരവസരം കൂടി കിട്ടിയാൽ എന്റെ ഈ ഉമ്മക്ക് വേണ്ടി ഞാനൊരു ഹജ്ജ് ചെയ്യുമെന്ന് നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ ഉമ്മക്ക് വേണ്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്യാവൂ. കാരണം നമ്മളെ പോറ്റിയത്, നമ്മളെ പരിപാലിച്ചത്, നമ്മൾ ഇതുവരെ കൊണ്ടു നടന്നത്, മോനെ എന്ന് പറഞ്ഞ് വിളിച്ചത്, ഇല്ലായ്മയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് അവര് പട്ടിണിയിലായിരുന്നവത്രേ, പരിവട്ടത്തിലായിരുന്നത്രേ. 5ഉം 6ഉം വയസ്സ് നമുക്കുണ്ടായിരുന്ന സമയത്താണ് അവരിങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, അള്ളാഹുവെ എന്റെ കുട്ടിക്ക് നീ ദാരിദ്ര്യം കൊടുക്കരുതെന്ന്. അങ്ങനെ എത്രയോ മാതാക്കൾ മരിച്ചുപോയി, എത്രയോ പിതാക്കൾ മരിച്ചുപോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ മക്കൾക്ക് വേണ്ടി കൂലിപ്പണി ചെയ്ത് ജീവിച്ച് എത്രയോ പിതാക്കന്മാർ ജീവിച്ചു പോയി, അവരെത്രയോ പേർ മരിച്ചുപോയി. അവരൊന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്ന എത്രയോ മക്കളാണ് ഇരിക്കുന്നവരൊക്കെയും. എന്റെ ഉപ്പ ഇന്നുണ്ടായിരുന്നെങ്കിൽ, എന്റെ ഉമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഞാൻ ഹജ്ജിന് കൊണ്ടുപോകുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കുന്നവരൊക്കെ. പക്ഷെ അതിന് പലർക്കും സാഹചര്യം കിട്ടി, ഒരുപാട് ആളുകൾക്ക് അതിന് സാഹചര്യം കിട്ടിയില്ല. അപ്പോഴേക്കും പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു, അപ്പോഴേക്കും മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കാലൊന്ന് കുത്താൻ നിങ്ങളൊരു സമ്മതം കൊടുക്കണമെന്നതാണ്. എന്റെ പിതാവ് ഇത് പറയുമ്പോൾ ഈ സദസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ അങ്ങോട്ടെത്തിക്കൽ നമ്മുടെ കടമയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കളെ അങ്ങോട്ടെത്തിക്കൽ നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി ബിസിനസിന്റെ പിന്നാലെ പാഞ്ഞ് എന്നും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും, ലക്ഷങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ, ലക്ഷങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കാൻ. അതിനിടയ്ക്ക് സ്വന്തം പിതാവിനെ മറക്കല്ലേ സഹോദര. കാരണം നിനക്ക് വേണ്ടി ഇത്രയും കഠിനാധ്വാനം ചെയ്തത് നിന്റെ പിതാവാണ്, നിനക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചത് നിന്റെ പിതാവാണ്. അതോടൊപ്പം കരഞ്ഞ് പിതാവിന്റെ ഈ സങ്കടം കേട്ട അള്ളാഹുവാണ് ഇന്ന് നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളൊക്കെ തന്നത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നമ്മൾ എന്ന പട്ടിണിയിലല്ല, പ്രത്യേകിച്ച് മലബാറിന്റെ പ്രദേശം പട്ടിണിയിലല്ല. പട്ടിണിയിലുള്ളവർ വരല് കുറച്ച് ആളുകൾ ഉണ്ടാകാം, പക്ഷേ ഈ പട്ടിണി ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നത് ഒരു കാരണം, ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം നമ്മുടെ മാതാക്കളും പിതാക്കളും ഓതിയ ഇദാ വഖഅത്തിൽ വാഖിയ എന്ന സൂറത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇശാ മഗ്രിബിനിടയിൽ ആര് സൂറത്തുൽ വാഖിയ ഓതുന്നുവോ അവരുടെ തലമുറകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ പാവങ്ങളെ കുറെ ഓതി. നമ്മളാരും ഇന്ന് ഇദാ വഖഅത്തുൽ വാഖിയ ഓതാറില്ല. ആ സൂറത്തേൻ എവിടെയെന്ന് പറഞ്ഞ് മറന്നു പോയിട്ടുണ്ട് പല ആൾക്കാരും. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഓതാറില്ല. ആരും പറയണ്ട നമ്മുടെ മിടുക്കാണെന്ന്. നമ്മുടെ ഉമ്മ കുറെ ചൊല്ലിയിട്ടുണ്ട്. പഴയ കാലം ഓർമ്മിച്ചു നോക്ക്. ആ പാവം മഗ്രിബിന്റെയും ഇശയുടെയും ഇടയ്ക്കിരുന്നിട്ട് ഓതിയിരുന്ന സൂറത്ത് റഹ്മാനായിരുന്നു. വന്ന് സൂറത്ത് റഹ്മാൻ നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ, നാളെ മഹ്ശറ വൻസഭയിൽ അവനോതുന്ന സൂറത്താണ് സൂറത്ത് റഹ്മാൻ. അർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് അള്ളാഹു നാളെ എല്ലാ ആളുകളെയും സാക്ഷി നിർത്തി സ്വർഗലോകത്തിൽ ഓതുമെന്ന് ആദ്യം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കും. ഏതായിരുന്നാലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാളെ മഹ്ശറ
മഹ്ശറ വൻസഭയിൽ വിളിക്കുമെന്നാണ്. ദാവൂദ്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ സൗണ്ട് തന്നിട്ടുണ്ട്, ശബ്ദം തന്നിട്ടുണ്ട്, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതണമെന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് ഓതിപ്പിക്കും. ആളുകൾ വല്ലാതെ സന്തോഷിച്ചിട്ട് അങ്ങനെ ഒരു ബെർലിൻ ഡെർവിഷസിനെ പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആടുമെന്നാണ്. സന്തോഷം കൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശബ്ദം കേൾക്കുമ്പോ മനുഷ്യരാകെ സ്തംഭിച്ചു പോകും. മഹ്ശറ വൻസഭയിലല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് പിന്നെല്ലാരും കൂടി ഒരുമിച്ച് കൂടലുണ്ട്. ആ കൂട്ടത്തോടാ ചോദിക്കണേ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ ആളുകൾ പറയും, ഞങ്ങൾക്കെല്ലാം ഇവിടെ ഉണ്ട് അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നു അല്ലാഹുവേ. ഇല്ല, ഇനിയുമുണ്ട് നിങ്ങൾക്ക് കിട്ടാൻ എന്ന് പറഞ്ഞിട്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കുക. ഒരു ഹദീസിൽ തൗറാത്തിനെ ഓതിപ്പിക്കുമെന്നും മറ്റൊരു ഹദീസിൽ അല്ല ഖുർആന്റെ ഭാഗം തന്നെ ഓതിപ്പിക്കുമെന്നാണ്. കാരണം തൗറാത്തിന്റെ ഭാഗവും ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ്. ഏതായിരുന്നാലും ഭയങ്കര സുന്ദരമായി ഓതും, ആളുകൾ അന്തിച്ചു നിൽക്കും. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടാമത് വിളിക്കും. എന്നിട്ട് ആളുകളോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ആളുകൾ പറയും, ഒന്നും വേണ്ട. ആ സമയത്ത് ഹബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബേ നിങ്ങൾ വരിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് മുനാരങ്ങളിൽ മുഴുവനും മുഴങ്ങി കേൾക്കുന്ന അല്ലാഹുവിന്റെ കൂടെയുള്ള ശബ്ദം. നമ്മൾ നിസ്കരിക്കുമ്പോ അല്ലാഹ്ക്ക് സ്വന്തമായിട്ട് നിസ്കരിക്കാണ്, പക്ഷെ അതിലും സലാത്ത് ചൊല്ലിയേക്കണം. ഇല്ലാത്ത നിസ്കാരം അല്ലാഹ്ക്ക് ആവശ്യമില്ല. സ്വന്തം മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാണ്. ആദ്യത്തെ തക്ബീറിൽ ഫാത്തിഹ ഓതണം സമ്പൂർണ്ണമായി അല്ലാഹുവിലേക്ക്. പക്ഷെ രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലാതെ മയ്യത്ത് നിസ്കാരം പോലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കും. എന്നിട്ട് പറയും, ഹബീബേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നിങ്ങൾ ഓതണം ഖുർആൻ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശബ്ദത്തേക്കാൾ 1000 കോടി മടങ്ങിന്റെ സൂക്ഷ്മതയോടെ ശബ്ദത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമെന്നാണ്. ആളുകൾ സ്തംഭിച്ചു നിൽക്കും. അവസാനത്തിൽ അല്ലാഹു ചോദിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്നാണ്. ആ സമയത്ത് ആളുകൾ പറയും, അഥവാ സ്വർഗത്തിലെ മുഴുവൻ സ്വർഗാവകാശികളും പറയും, നബിമാരുണ്ടതില്, എല്ലാവരും ഉണ്ടതില്. അവര് പറയും, ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന്. ആ സമയത്ത് അല്ലാഹു പറയും, ഇനി ഞാൻ ഓതാമെന്ന്. അങ്ങനെയാണ് സൂറത്തുർ റഹ്മാൻ ഓതുക എന്ന് നമ്മളോട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റഹ്മാൻ സൂറത്ത് എന്നും നമ്മുടെ ഉമ്മ ഓതിയിരുന്നു. സൂറത്ത് യാസീൻ ഖുർആന്റെ ഹൃദയമാണ് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്നും ആ പാവങ്ങൾ ഓതിയിരുന്നു. അതിനൊക്കെ ശേഷം മക്കൾക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ തലമുറകൾ, അവര് ചിലപ്പോൾ 1970 മരിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2020 2030 2100 തലമുറകൾക്ക് ദാരിദ്ര്യമില്ലാതാകാൻ വേണ്ടി ആ പാവങ്ങൾ ഇദാ വഖഅത്തിൽ വഖിയ ഓതിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ദാരിദ്ര്യമില്ലാതെ കഴിയുന്നത് എന്ന് മതപരമായ ബോധത്തിൽ നമ്മൾ വിശ്വസിച്ച് പോരേണ്ടതാണ്.